കുഞ്ഞിച്ചോ മിനസ നാനോമിഷൻ്റെ എപ്പിസോഡ് 49 മലയാളം മാൻഹോ എക്സ്പ്ലനേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാനോമിഷൻ്റെ ഒരു ഒന്നാന്തരം ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഒരു സെക്കൻഡ് പോലും സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കണ്ട. സോ ലൈക്ക് ചെയ്തവരിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തവരിൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എല്ലാ കൂട്ടരും ആ ഒരു ഹൈപ്പും കൂടെ അമർത്താൻ മറക്കണ്ട. സോ നമുക്ക് നേരെന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ഈ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് നമ്മുടെ പെട്രിയാച്ച് പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ എന്നെ ഒരു ഭ്രാന്തനാക്കാൻ നോക്കിയാണല്ലേ. ഞാൻ ഈ കളട്ടിനെ തന്നെ റീസ്റ്റോർ ചെയ്യും. പെട്രിയാച്ച് പെട്ടെന്നായിരുന്നു അവൻ്റെ തോളിൽ കയറി പിടിച്ചത്. എന്നിട്ട് പറയുകയും ചെയ്യും, കാര്യമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. സെജാങ്ങിലെ ആ ഒരു യുദ്ധത്തിന് ശേഷമാണ് ഇതെങ്ങനെയായി തീർന്നത്. ആ ഒരു 6 ബെർസറക് സേബർ വാരിയേഴ്സിൻ്റെ ആ ഒരു ലീഡറുമായിട്ട് അവിടെ നടന്ന ഫൈറ്റിൻ്റെ അകത്താണ് പെട്രിയാച്ച് ഈ ഒരു ടെറബിളുള്ള കണ്ടീഷനിലെത്തിയത്. സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ കണ്ടപ്പോൾ മേറായുള്ള ഇഞ്ചുറീസ് മാത്രമേ ഉണ്ടായിരുന്നു. എന്നാൽ അത് മാത്രമല്ലായിരുന്നു, ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ട് ചെയ്തതിൻ്റെ എല്ലാത്തരം സൈഡ് എഫക്ട്സും അദ്ദേഹത്തിനുണ്ടായിരുന്നു. സോ നീയായിരുന്നു ഇതിനെല്ലാത്തിനും പിന്നിൽ. നീ വെറും ഒരു കരു മാത്രമായിരുന്നു, ഞാൻ ഉപയോഗിക്കാൻ വെച്ചിരുന്ന ഒരു കരു. നിന്റെ ജീവൻ എൻ്റെ കൈകൊണ്ട് തന്നെ ഇവിടെ അവസാനിക്കുന്നതാണ്. അപ്പോൾ അതേ തന്നെ ഒരു കരുവാട്ട് മാത്രമാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇത് ഞാൻ ഒട്ടും വിചാരിച്ചതുപോലെ അല്ലായിരുന്നു. സോ ഇതാണല്ലേ താങ്കളുടെ യഥാർത്ഥ ഫീലിങ്സ്. എല്ലാവരും പുറകിലേക്ക് മാറ്. യെസ് ഡിമോണിക് ലോർഡ്. അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ ഇയോണയുടെ അവൻ്റെ ഉടുപ്പിൽ പിടിച്ച് അത് വലിച്ചങ്ങോട്ട് പൊളിച്ച് കളയുകയും ചെയ്യും. അവന് തിരിച്ചിവിടെ ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാത്തരം റീസൺസും ഉണ്ട്. പക്ഷേ നമ്മുടെ പെട്രിയാച്ച് മെൻ്റലിയും ഫിസിക്കലിയും എത്രത്തോളം അൺസ്റ്റേബിൾ ആണെങ്കിൽ കൂടിയും അദ്ദേഹം ഒരു മിത്തിക്കൽ മാസ്റ്ററാണ്. അതിലുപരി ഈ ഓൾ ചൈനയിലെ തന്നെ ടോപ്പ് 5 മാർഷൽ ആർട്ടിസ്റ്റിൽ ഒരാളാണ്. ഈ ഒരു സമയത്ത് ആ ഒരു എനർജി ഇയോന് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ പുതിയ ഡിമോണിക് ലോർഡിനെ അദ്ദേഹത്തിന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റുമോ? അടുത്ത സെക്കൻഡ് ഇയോന്റെ തൊട്ട് മുമ്പിൽ ആ ഒരു അറ്റാക്ക് വന്നു. ആ ഒരു അറ്റാക്ക് അത്രത്തോളം മാസീവുള്ള അറ്റാക്ക് കൂടിയായിരുന്നു. ഇവൻ ചെറുതായിട്ട് ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നാൽ പെട്രിയാച്ച് ഒട്ടും തന്നെ ഹോൾഡ് ബാക്കും ചെയ്യുന്നില്ലായിരുന്നു. റോയുള്ള ഇന്റർണൽ എനർജി വെച്ച് നോക്കാൻ നേരത്ത് അദ്ദേഹം ശരിക്കും ഇപ്പോൾ ഒരു ഡിസഡ്വാൻറ്റേജിലാണുള്ളത്. ഡീമൺ സോഡില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ മരിച്ചിവിടെ വീണേന്ന. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിൻ്റെ ലെവൽ ഓഫ് പവർ അതിനെക്കാട്ടും മുകളിൽ തന്നെയാണ്. പക്ഷേ ഇനി ഞാനെന്തായാലും എൻ്റെ ഡിവൈൻ ഡിമോണിക് എനർജി പാത്ത് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനിവനെ ഫുൾ ഫോഴ്സ് യൂസ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഇവനും അവൻ എനർജി അങ്ങോട്ട് റിലീസ് ചെയ്യുന്നുണ്ട്. ഇത് കാണുന്ന എൽഡേഴ്സ് പറയുകയും ചെയ്യും, അല്ല അവനിപ്പോൾ അവൻ്റെ ബോഡി കംപ്ലീറ്റ്ലി ആ ഒരു എനർജിയാൽ സമ്പുഷ്ടനാണ്. സോ അവസാനം കണ്ടുവച്ച് നോക്കാൻ നേരത്ത് അവൻ വീണ്ടും സ്ട്രോങ്ങറായി മാറിയിരിക്കുന്നു. ഇവൻ്റെ സ്റ്റോറിലേക്കും ആ ഒരു എനർജി കയറാൻ തുടങ്ങി. അവൻ്റെ ആ സോഡിലേക്ക് ഒരു ബ്ലാക്ക് എനർജി ചെല്ലുകയാണ്. അതവൻ്റെ പവറിനെ ആംപ്ലിഫൈ ചെയ്യുവാണോ? അല്ല, ഇത് മറ്റെന്തോ ആണ്. ഈ ഒരു ഡിമോണിക് എനർജി അത് വീണ്ടും ഷാർപ്പറും സ്ട്രോങ്ങറുമായി മാറുന്നു. അടുത്ത സെക്കൻഡ് തന്നെ നമ്മുടെ പെട്രിയാച്ച് ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരൻ്റെ ഡിമോണിക് ലോഡ് സോഡ് ആർട്ട് ടെക്നിക്ക് അങ്ങോട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു അറ്റാക്ക് ഇവൻ്റെ ഫ്രണ്ടിലേക്ക് വരികയും ചെയ്യും. അദ്ദേഹം ശരിക്കും ഫാസ്റ്റാണ്. പക്ഷേ എന്നും പറഞ്ഞിട്ട് ഇവണ് കംപ്ലീറ്റ്ലി സീരിയസ് ആയിട്ട് മാറിയിട്ട് ആ ഒരു അറ്റാക്കിനെ അവൻ്റെ ഡിമോണിക് ലോഡ് സോഡ് ആർട്ട് യൂസ് ചെയ്തുകൊണ്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പെട്രിയാച്ചിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇവൻ്റെ ആ ഒരു അറ്റാക്കുകൾ വരികയും അവനായിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നുമുണ്ട്. ഈ ഒരു സമയത്ത് പെട്രിയാച്ചിൻ്റെ ബാലൻസും നഷ്ടപ്പെടുകയും ചെയ്യും. ഇത് ഡിമോണിക് ലോഡ് സോഡ് ആർട്ടല്ലേ? ഞാനിത് ആ ഒരു സോഡ് മാർക്കിങ്ങിലൂടെ മാത്രമേ കണ്ടിട്ടുള്ളൂ. എനിക്കിതുവരെ ഇത് മാസ്റ്റർ ചെയ്യാൻ സാധിച്ചില്ല. കാര്യം ഇതിൻ്റെ ബ്രീത്തിങ് ടെക്നിക്ക്. എന്നാൽ ഇവൻ എങ്ങനെയാണ് ഇത് മാസ്റ്റർ ചെയ്തത്? പെട്ടെന്നാണ് നമ്മുടെ പെട്രിയാച്ച് തൻ്റെ കൈകളൊന്നും ഉയർത്തിയത്. അടുത്ത സെക്കൻഡ് തന്നെ അവിടെ ഉണ്ടായിരുന്ന സോൾജേഴ്സിൻ്റെ സോഡ്സ് എല്ലാം തന്നെ അവിടേക്ക് വരാൻ തുടങ്ങി. നമ്മുടെ സോഡ്സ് അടുത്ത സെക്കൻഡ് ആ ഒരു പെട്രിയാച്ചിൻ്റെ ചുറ്റിനും ആ ഒരു 7 സോഡ്സ് വന്നു നിന്നു. അപ്പോൾ കണ്ടിട്ട് നമുക്ക് രണ്ടുപേർക്കും ഏകദേശം സെയിം ഐഡിയ ആയിരുന്നല്ലേ? എന്താടാ നീ പറഞ്ഞത്? അപ്പോഴാണ് ഇവൻ പറയുന്നത്, ഹിയോബോങ്. അടുത്ത സെക്കൻഡിൽ ഒരുത്തൻ അവിടേക്ക് ചാടി വരുന്നുണ്ട്. മൈലോഡ് ഇതാ പിടിച്ചതും കൊണ്ട് ആ ഒരു സോഡ് അവിടേക്ക് എറിഞ്ഞ് കൊടുക്കുകയും ചെയ്യും. ആ സോഡയുടെ കറങ്ങി ചെന്ന് കറക്റ്റ് ഇവൻ്റെ കയ്യിൽ വന്ന് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഒരു ഇൻറ്റർണൽ എനർജി അതിലായിട്ട് ഇൻഫ്യൂസ് ചെയ്തുകൊണ്ട് തൻ്റെ വലത്തെ കയ്യിൽ ആ ഒരു ഒറിജിനൽ സോഡും തൻ്റെ ഇടത്തെ കയ്യിൽ ആ ഒരു വൈറ്റ് ഡ്രാഗനും യൂസ് ചെയ്യും. നിൻ്റെ റൈറ്റ് ഹാൻഡിൽ ബ്ലാക്ക് സോഡും ലെഫ്റ്റിൽ വൈറ്റ് സേബറുമോ? നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? നീ ജിൻവു മൂവ് ആണെന്നോ? അവൻ്റെ ടെക്നിക്ക് ഇവിടെ വർക്കാകുമെന്നോ? എങ്കിലൊന്ന് കാണാമെന്നുകൊണ്ട്
പെട്രേച്ച് അപ്പോൾ തന്നെ ആ ഒരു അറ്റാക്ക് അവൻ്റെ തന്നെ വിടുകയും ചെയ്യും. ആ ഒരു 7 സോഡ്സും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഇയോൺ ഒട്ടും തന്നെ വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു. അവൻ ആ ടെക്നിക്ക് അങ്ങോട്ട് യൂസ് ചെയ്ത് ലെഫ്റ്റിൽ ബെർസറക് സേബർ ഗോഡും റൈറ്റിൽ ദി ഡിമോണിക് ലോഡ് സോഡ് ആർട്ടും പെട്രേച്ചിൻ്റെ എല്ലാ സോഡ്സും അവൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു കാഴ്ച അദ്ദേഹത്തിന് അത്രത്തോളം അത്ഭുതകരമായിരുന്നു. അത് മാത്രമല്ല ഇയോൺ ഇപ്പോൾ കംപ്ലീറ്റ്ലി സീരിയസ് ആയി മാറിയിരുന്നു. ഇവൻ എവിടുന്നോ സോഡ് വിസ്പറിങ്ങിൻ്റെ എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു കാര്യത്തിന് സാറുമാക്കി സ്പെഷ്യലുള്ള ഒരു താങ്ക്സ് പറയാനുണ്ട്. ആ ഒരു ഫൈറ്റ് വെച്ച് എനിക്കൊരു കാര്യം പറയാൻ പറ്റും. ഇപ്പോൾ 7 സോഡ്സ് ഉണ്ട്, അതിനർത്ഥം അദ്ദേഹം കംപ്ലീറ്റ്ലി വീക്കറാണ്. ഈ 7 സോഡ്സിനും ഒരേപോലെ എനർജി കൊടുക്കുന്നത് കൊണ്ട് ഇനി ബാക്കിയുള്ള സോഡ്സും കൂടെ ബ്രേക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എത്താനുള്ള സമയമായിരിക്കുന്നു. ഇവൻ്റെ പുറകിൽ കൂടെ വന്നുകൊണ്ടിരുന്ന ആ ഒരു അറ്റാക്സ് വരെ അവൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളയും. നിനക്ക് ഇത്ര എൻ്റെ തല. പെട്ടെന്നായിരുന്നു ആ സോഡ്സിൻ്റെയൊക്കെ കൺട്രോൾ പോകുന്നത് ഇവന് മനസ്സിലായത്. അല്ല, ആ ഒരു സോഡ് വിസ്പറിങ് ടെക്നിക്ക് അത് കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ആകുമല്ലോ. പെട്രേച്ചിൻ്റെ ആ ഒരു പ്രീവിയസ് ഉള്ള ഇഞ്ചുറീസ് കാരണം അദ്ദേഹം വീണ്ടും വീക്കറായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഡിമോണിക് ലോഡ്, ഇതാണ് നമ്മുടെ ചാൻസ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി താങ്കൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. അദ്ദേഹം കംപ്ലീറ്റ്ലി അൺസ്റ്റേബിൾ ആണ്. ഇതിൻ്റെ ചാൻസ് അതുകൊണ്ട് അടുത്ത സെക്കൻഡിൽ തന്നെ ഇവനോടേക്ക് റഷ് ചെയ്തു വന്നു. പെട്രേച്ചിന് അവനെ തന്നെ മുമ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിലുപരി അവൻ എത്രത്തോളം അപകടകാരിയാണെന്നും മനസ്സിലായി. പെട്ടെന്നായിരുന്നു അദ്ദേഹം നിലത്തേക്ക് ഒന്ന് ചവിട്ടിയത്. അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു പവർ കാരണം അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഭിത്തി, നിലത്തുണ്ടായിരുന്ന ആ ഒരു തറ മുകളിലേക്ക് ഉയർന്നു. ഇവനൊട്ടും തന്നെ ഇങ്ങനൊരു മൂവ് പ്രതീക്ഷിച്ചില്ലായിരുന്നു. എൻ്റെ അടുത്ത് വന്നു പോകില്ലേ. പക്ഷേ പെട്ടെന്ന് തന്നെ ഇയാൾ ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്ത് ആ ഒരു സംഭവം കംപ്ലീറ്റ്ലി മുറിച്ച് പല കഷ്ണങ്ങളാക്കുന്നുണ്ട്. ഇതേ സമയം പെട്രേച്ചിന് അദ്ദേഹത്തിൻ്റെ തല നന്നായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട്. അടുത്ത സെക്കൻഡിലാണ് ഇയോൺ അദ്ദേഹത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇതേ സമയം തന്നെ അവർ തമ്മിൽ ആ ഒരു ബാറ്റിൽ കാരണം തന്നെ ആ ഒരു ഹാള് കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആകാനായിട്ട് തുടങ്ങി. സൂക്ഷിച്ച് എല്ലാവരും ഓടി രക്ഷപ്പെടാനായിട്ട് നോക്ക്, ആരും മുന്നിലേക്ക് വരില്ലേ. എന്നാൽ പിന്നെ നമ്മുടെ പെട്രേച്ച് കാണുന്നത് ഇയോണവൻ്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്നതാണ്. പക്ഷേ അവിടം കൊണ്ടും ആദ്യം നിർത്താൻ തീരുമാനിച്ചില്ല. പെട്ടെന്നായിരുന്നു ഇയോൻ്റെ നേരെ ഒരറ്റാക്ക് അങ്ങോട്ട് ചെയ്തത്. അങ്ങനെ അവരുടെ 2 സോഡ്സും നേർക്കുനേർ വന്ന് ക്ലാഷ് ആകുന്നുമുണ്ട്. ഇയോൺ അപ്പോഴേക്കും ആ ഒരു സോഡ് കംപ്ലീറ്റ്ലി ലൂസാക്കിയിട്ട് പെട്രേച്ചിൻ്റെ തൊട്ട് പുറകിലേക്ക് വന്നു. എന്നാൽ പെട്ടെന്നാണ് പെട്രേച്ച് അത് കണ്ട് അത്ഭുതപ്പെട്ടു പോയത്. ഇയോൻ്റെ സോഡ് അവൻ്റെ സോഡ്സ് തന്നെ പൊതിഞ്ഞു കെട്ടി. എന്നിട്ട് അത് പതുക്കെ ടൈറ്റ് ആകാനായിട്ട് തുടങ്ങി. അടുത്ത നിമിഷം തന്നെ ആ ഒരു ഒറിജിനൽ സോഡ് ആ ഒരു ഫേക്ക് സോഡിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. ഈ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കി ഇയോണോട്ടെ പെട്ടെന്ന് അവിടേക്ക് ഡാഷ് ചെയ്ത് വരികയും ചെയ്യും. എന്നിട്ട് പറയുന്നുണ്ട്, കഥ തീർന്നിരിക്കുന്നു. പെട്ടെന്ന് തൻ്റെ വൈഡ് ഡ്രാഗനെ തിരിച്ചു പിടിച്ച് പെട്രേച്ചിൻ്റെ നേരെ ഒന്നൊന്നര തരം അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. അദ്ദേഹമാട്ടെ ചോരയൊക്കെ ഛർദ്ദിക്കുകയും ചെയ്യും. ഇത് കണ്ട എല്ലാവരും അമ്പരന്ന് പോയി. ആ ഒരു സോഡിൻ്റെ പുറകിൽ എന്തുമാത്രം പവറാണ് ഒളിച്ചു കിടക്കുന്നത്. ഇതേ സമയം പെട്രേച്ചിൻ്റെ ആ സോഡ് നിലത്തേക്ക് വീണു. ഇയോണും അദ്ദേഹത്തിൻ്റെ പുറകിൽ വന്ന് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബോധം പതുക്കെ പോകാനായിട്ട് തുടങ്ങി. അതിലുപരി അദ്ദേഹം ഒത്തിരിയധികം ചോര ഛർദ്ദിക്കാനും തുടങ്ങി. ഒരു നിമിഷത്തേക്ക് നമ്മുടെ ആ ഒരു ഗ്രാൻഡ് ഹാള് കംപ്ലീറ്റ്ലി ഒന്ന് സൈലൻ്റായി. പെട്ടെന്നാണ് ഒരുത്തൻ പറയുന്നത്, അവർ പെട്രേച്ച്, താങ്കൾ അവിടെ മരിക്കാൻ പാടില്ല. താങ്കൾ ഇനിയും ഒത്തിരിയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ളതാണ്. ഇതേ സമയം ഇയോണട്ടെ അവൻ്റെ തൊട്ട് മുമ്പിൽ നിൽപ്പുണ്ടായിരുന്നു. അവനാട്ടെ പെട്രേച്ചിനെ തുറച്ച് നോക്കാനും തുടങ്ങി. എന്നാൽ അദ്ദേഹത്തിൻ്റെ കാര്യം അത്രത്തോളം മോശമായിരുന്നു. അല്ല, നമ്മുടെ ഡിമോണിക് ലോഡ് ഈ ഒരു ബാറ്റിൽ വിജയിച്ചോ? ജയിച്ചെന്നാണ് തോന്നുന്നത്. ഞാൻ തോറ്റോ? ഈ ഞാൻ തോറ്റോ? ആ പയ്യൻ എല്ലാം പ്ലാൻ ചെയ്താണ് നിന്റെ എതിരെ വന്നു നിന്നത്. നിന്റെ അമ്മേനെ ഭാര്യനെയും കൊന്ന ഈ 6 സെറ്റ്സ് നിന്നെ കൊല്ലാൻ പോകുവാണ്. അതിന് നീ സമ്മതിക്കുവോ? നീ സമ്മതിക്കാൻ പാടില്ല. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ ഒരു ട്രൈറ്റേഴ്സിനെയും അവരുടെ ഫോളോവേഴ്സിനെയും എല്ലാവരെയും നീ കൊല്ലണം. നീ ഒരു കൾട്ടിനെ തന്നെ റീസ്റ്റോർ ചെയ്തിരിക്കണം. അത്രയും നാൾ നിന്റെ കൂടെ ഞങ്ങളുണ്ട്. ദി ഡിവൈൻ ബ്ലഡ് റിവേഴ്സൽ ആർട്ട് നിന്റെ കൂടെ തന്നെ കാണും. എന്ത് ഡിവൈൻ ബ്ലഡ് റിവേഴ്സൽ ആർട്ടോ? പിന്നെ കാണിക്കുന്നത് പെട്രേച്ച് വേദന കൊണ്ട് കിടന്ന് അലർന്നായിരുന്നു. അവൻ്റെ തല പൊട്ടി പോകുന്ന പോലെ അവന് തോന്നുന്നുണ്ടായിരുന്നു. അത്രത്തോളം വേദനയായിരുന്നു അവനവിടെ ഉണ്ടായത്. യു ജോങ് ചിയോൺ, അവൻ്റെ അമ്മയായിരുന്നു ഹാ ഗ്യോൺ.
അവളെന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള സോഡ് സെഗ്ലെ ചീഫായുള്ള ബോണിൻ്റെ ദത്തുപുത്രിയായിരുന്നു. എന്നാൽ ബോണിൻ്റെ യഥാർത്ഥ മകളെന്ന് പറയുന്നത് യു ആയിരുന്നു, യു ഗിയോങ്. പക്ഷേ അവൾക്ക് കുട്ടികളുണ്ടാകത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ ഒരു പൊസിഷൻ നമ്മുടെ ഹായുവിന് കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്രിയച്ചിൻ്റെ വൈഫായിട്ട് അവളെ തിരഞ്ഞെടുത്തു. എന്നാൽ സ്ട്രേഞ്ച്ലി ഹായും യു ഒരേ സമയം തന്നെ പ്രഗ്നൻ്റായി. ഇതാരും തന്നെ വിചാരിച്ചിരുന്നില്ല. എനിക്കറിയാം, പക്ഷേ അവർ രണ്ടുപേരും എൻ്റെ മക്കളാണ്. ഞാനെങ്ങനെയാണ് ഒരാൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്? അങ്ങനെയാണ് യു ജോങ് ചിയോണും യു ജങ് ചിയോണും ജനനം കൊള്ളുന്നത്. സത്യം പറഞ്ഞാൽ ഒരു പെട്രിയച്ചിൻ്റെ ബ്ലെസ്സിങ് ആയിട്ടാണ് അവരെ കണക്കാക്കിയത്. അവരെ രണ്ടുപേരും സോഡ് സെക്ടിൻ്റെ ആ ഒരു മൈനർ പീസ് ആയിട്ട് അക്നോളജ് ചെയ്യുകയുണ്ടായി. എന്നാൽ യു വിചാരിച്ചു വെച്ചിരുന്നത് ഇഞ്ചി ചിയോൻ്റെ യഥാർത്ഥ വൈഫ് അവളാണെന്നാണ്. അതുകൊണ്ട് തന്നെ ഹായിനെ അവൾ നന്നായിട്ട് തന്നെ ടോർച്ചർ ചെയ്യാനായിട്ട് തുടങ്ങി. ഈവൻ യുജോങ്ങിനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് മുമ്പ് തന്നെ ഹാ മരിക്കുകയുണ്ടായി. ആൻറ്റിയോ? ആരാണ് നിന്റെ ആൻറ്റി? നീ എന്നെ ലേഡി യോങ് എന്ന് വേണം വിളിക്കാനായിട്ട്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിന്റെ ജോലി എന്ന് പറഞ്ഞ് യുജോങ്ങിനെ ഒരു പെട്രേച്ചാക്കുക എന്നാണ് പറഞ്ഞത്, മനസ്സിലായോ? അണ്ടർസ്റ്റാൻഡ് ലേഡി യോങ്. ബ്രദർ, എൻ്റെ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് കേട്ടോ. ഞാൻ താങ്കൾക്കൊരു വാക്ക് തരുവാണ്. ഞാൻ മൈനർ പ്ലസ് ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇതെല്ലാം തന്നെ തിരുത്തുന്നതായിരിക്കും. ശരിക്കും? അങ്ങനെയാണെങ്കിൽ ഞാൻ ഹാപ്പിയാണ് കേട്ടോ. പിന്നല്ലാതെ ബ്രദർ, എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമാണ്. യുജോങ് അങ്ങനെ തന്നെയാണ് ജീവിച്ചിരുന്നത്. എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും വഴക്കും എല്ലാം കേട്ട് അങ്ങനെ തന്നെ ജീവിച്ചിരുന്നു. പക്ഷേ അവന് ആകെപ്പോഴുള്ള ആശ്വാസം എന്ന് പറഞ്ഞത് യുജോങ് അല്ല, അവൻ്റെ ബ്രദറായിരുന്നു. നിന്നെപ്പോലെടുത്ത് ഞങ്ങളുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യുന്നു. നീ ശരിക്കും ഒരു മേലുള്ള ചൈൽഡ് മാത്രമാണ്, അതും ആ സെക്കൻഡ് വൈഫിൻ്റെ. അതുകൊണ്ട് അഹങ്കരിക്കല്ലേ നീ. ഈവൻ അക്കാഡമിയിൽ കയറിയിട്ട് പോലും അദ്ദേഹത്തിന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിയുള്ള 5 സെറ്റ്സിനും അദ്ദേഹത്തിനെ ബുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്? പക്ഷേ അതെല്ലാം തന്നെ അവന് കടിച്ചു പിടിച്ചിരുന്നു. കാര്യം അവനുറപ്പായിരുന്നു യുജോങ് മൈനർ പ്ലസ് ആയി കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ചേഞ്ച് ആകുമെന്ന്. യുജോങ്ങിൻ്റെ ആകെപ്പാടുള്ള പ്രതീക്ഷയും ഹോപ്പും എല്ലാം തന്നെ അവൻ്റെ ബ്രദറല്ല യുജോങ് ആയിരുന്നു. പക്ഷേ യുജോങ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മാർഷൽ ആർട്സിൽ ഒരു അഗ്രഗണ്യനായിരുന്നു. അവൻ്റെ സ്കിൽസ് അത്രത്തോളം നല്ലതായിരുന്നു. ഈവൻ ബാക്കിയുള്ള മൈനർ പ്രീസിനെക്കാട്ടും എന്തുകൊണ്ടും മികച്ചതുമായിരുന്നു. വെറും 3 വർഷം കൊണ്ട് തന്നെ അദ്ദേഹം 5th എക്സാമിനേഷൻ പാസ്സാകുകയും ചെയ്തു. ഇത് വലിയൊരു കാര്യമുണ്ടായി. എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ ഒരു പവറിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങി. എടാ യുജോങ്, നീ വന്നേ. മിണ്ടിപ്പോകരുത്, നീ ഇനി ഒരിക്കലും ആ പേരിനെ വിളിക്കാൻ പാടില്ല. യുജോങ്ങിന് ഒരു കാര്യം മനസ്സിലായി, അവൻ്റെ കഴിവുകൾ കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവൻ ട്രെയിൻ ചെയ്യുന്ന സ്റ്റോപ്പ് ചെയ്തു. എല്ലാം തന്നെ അവൻ മാറ്റിവെച്ചു. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സ് അവരുടെ ഫോളോവേഴ്സിനൊക്കെ ഗ്യാദർ ചെയ്തിട്ടുണ്ടെങ്കിലും യുജോങ് ആരും തന്നെ ഗ്യാദർ ചെയ്തില്ലായിരുന്നു. പക്ഷേ ഒരു പർട്ടിക്കുലറായുള്ള ഇൻഡിവിജ്വൽ ഉണ്ടായിരുന്നു. അവൻ തന്നെ എത്ര തവണ പറഞ്ഞാലും എത്രയൊക്കെ അവനെ റിജക്ട് ചെയ്താലും വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരുന്നു. ഞാൻ ബുൾ വി ഇയോൺ, മൈനർ ചീഫ് ഓഫ് ദി കേഴ്സ്ഡ് സോഡ് സെക്ട്. താങ്കൾ എന്നെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും താങ്കളെ അടുത്ത മൈനർ പീസ് ആക്കുന്നതായിരിക്കും. അവൻ പലതവണ പറഞ്ഞു നോക്കി യുജോങ്ങിൻ്റെ കൂടെ കൂടാനായിട്ട്. പക്ഷേ ബുള്ളാട്ടെ അതിനൊന്നും കാര്യമാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്നു. എങ്ങളോട് താങ്കൾ അക്കാഡമിയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എല്ലാ ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനെ താങ്കൾ ഡിസ്ട്രോയ് ചെയ്യണം. അതെയോ? അതെന്താണ് കാര്യം? അവരെല്ലാവരും കൂടെ ഒരുമിച്ച് താങ്കളെ കൊല്ലാനാണ് നോക്കാൻ പോകുന്നത്. അതിലുപരി താങ്കളുടെ ബ്രദറായുള്ള യുജോങ്ങും ആ കൂട്ടത്തിലുണ്ട്. എന്ത്? നീ കളിക്കല് കേട്ടാ? അവനെതിരാണ്? അല്ല, ഞാൻ സത്യമാണ് പറഞ്ഞത്. അവർ ഒത്തുചേരുന്ന ആ ഒരു ലൊക്കേഷൻ എനിക്കറിയാം. പിന്നെ കാണിക്കുന്നത് ആ ഒരു ലൊക്കേഷനാണ്. അല്ല, ഇവിടെ എല്ലാവരും എത്തിയോ? എന്തായാലും ഇനി 10 ദിവസം കൂടെ ഉണ്ട്. ഈ 10 ദിവസം കഴിഞ്ഞിടത്ത് നമ്മളെല്ലാവരും ഗ്രാജുവേറ്റ് ആവും. അതിന് മുമ്പ് തന്നെ അവനെ പറഞ്ഞത് മുൻജിൻ ചിയോണായിരുന്നു, ഷാഡോ സെക്റ്റിൽ നിന്ന്. ഞാനെന്തായാലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ എന്ത് ടാക്ടിക്സ് ആണെന്ന് നേരത്തെ പറഞ്ഞേക്കണം. പറഞ്ഞത് സ്റ്റെൽത്ത് സെറ്റിൽ നിന്നുള്ള യു ചിയോണായിരുന്നു. നീ നിന്റെ മൈൻഡൊന്നും ചേഞ്ച് ചെയ്തിട്ട് കാണത്തില്ലല്ലോ, നിങ്ങൾ സെയിം സെറ്റിലായതുകൊണ്ട്. നീ എന്താണ് ഈ പറഞ്ഞത്? ഞാൻ അവനെ പോലെ ഒരു ലോലി ലൈഫൊന്നുമല്ല. ഞാനെന്തായാലും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഇത് കേട്ടപ്പോൾ അവന് ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല. യുജോങ്, എന്തിനായിരുന്നു? ചേട്ടൻ വിഷമിക്കണ്ട, ചേട്ടൻ്റെ കൂടെ ഞാനുണ്ട്. ഞാനെപ്പോഴും താങ്കളുടെ കൂടെ തന്നെ കാണും. ആ ടൈമിൽ യുജോങ്ങോട്ടെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആയിപ്പോയി. അവൻ നിരത്തേക്കിരുന്നു. യുജോങ്, ഞാൻ നിന്നെ എൻ്റെ സ്വന്തം ബ്രദറായിട്ടല്ല കണ്ടത്. ഞങ്ങളോട് താങ്കൾക്കിപ്പോൾ മനസ്സിലായോ ഇതെന്താണ് സംഭവമെന്ന്? അല്ല, ഞാനൊന്ന് ചോദിക്കട്ടെ, നീ എന്തിനാണ് ഇതെല്ലാം എന്നോട് പറഞ്ഞത്? കാര്യം ഞങ്ങളോട് നമ്മൾ വരുന്നത് ഒരേ ബ്ലഡ് ലൈനിൽ നിന്നാണ്. എന്ത്? ഒരേ ബ്ലഡ് ലൈനോ? താങ്കൾ അമ്മയുള്ള ലേഡി ഹാ എന്ന് പറയുന്നത് എൻ്റെ ആൻറ്റി ആയിരുന്നു. സത്യം പറഞ്ഞാൽ സോഡ് സെക്ട് ഫോഴ്സ്ഫുള്ളിയാണ് എൻ്റെ ആൻറ്റിനെ അഡോപ്റ്റ് ചെയ്തത് തന്നെ. എൻ്റെ ആൻറ്റിക്ക് ആ സമയത്ത് ഒരു ഫിയാൻസി ഉണ്ടായിരുന്നു. പക്ഷേ
പെട്രേച്ചും ബാക്കിയുള്ളവരായതുകൊണ്ട് തന്നെ പിന്നൊന്നും പറഞ്ഞിട്ട്, എന്നാൽ ആ ഒരു കാര്യം കൊണ്ട് തന്നെ സോഡ് സെക്കിനോട് ഞങ്ങൾക്കുള്ള ദേഷ്യം നന്നായിട്ട് വർദ്ധിച്ചു. അപ്പോൾ അങ്ങനെയായിരുന്നല്ലേ എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ ഈ കള്ളങ്ങളുടെ ചീട്ട് കൊട്ടാരത്തിലായിരുന്നല്ലേ. നീ പറഞ്ഞു വരുന്നത് ഞാനും എൻ്റെ അമ്മയും എല്ലാവരും തന്നെ ഇവരുടെ മുന്നിൽ ഒരു കാര്യം മാത്രമായിരുന്നല്ലേ. താങ്കൾ ആദ്യം അറ്റാക്ക് ചെയ്യണം, താങ്കളെ കൊണ്ട് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. താങ്കൾ അറ്റാക്ക് ചെയ്ത് സർവേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താങ്കൾ താങ്കളുടെ അമ്മേനെ അവഞ്ച് ചെയ്യുന്നതായിരിക്കും. ഞാനെങ്ങനെയാണ് ഇവരെല്ലാവരെയും? അതിനൊരു വഴിയുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. പിന്നെ കാണിക്കുന്നത് നല്ല മഴയാണ്. യുജോങ് അവരെല്ലാവരെയും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അവർക്കാർക്കും തന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. ഒരു മോൺസ്റ്ററിനെ പോലെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും അവൻ കൊല്ലാനും തുടങ്ങി. അതും ഒട്ടും തന്നെ ദയയും ദാക്ഷിണ്യം കാണിക്കാതെ. ഇതെല്ലാം കാണുന്ന യുജോങ് കംപ്ലീറ്റ്ലി ഞെട്ടിത്തെറിച്ചു പോയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ അത്രത്തോളം ദേഷ്യവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അല്ല, അത് ഡിമോണിക് റിവേഴ്സ് ആർട്ടല്ലേ? ആ സമയത്ത് അവൻ പതുക്കെ മുന്നിലേക്ക് വന്നു. ഇല്ല, എൻ്റെ മുന്നിലേക്ക് വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നാണ് അവൻ തട്ടി നിരത്ത് വീണത്. അവൻ്റെ ഫ്രണ്ടിൽ നിന്നത് ലിറ്ററലി ഒരു ഡീമനായിരുന്നു. അതുതന്നെ, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇത് നിങ്ങളുടെ സില്ലിയല്ല, ഡിമോണിക് ബ്ലഡ് റിവേഴ്സൽ ആർട്ടല്ല. പകരം ബ്രദർ, ഞാൻ ഈ പറയുന്ന കേക്ക്, താങ്കൾ ഒന്നടങ്ങ്, നമുക്ക് സംസാരിച്ച് തീർക്കാം. അത് സോഡ് സെക്കിൻ്റെ ചീഫ് തന്നെ എൻഹാൻസ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സൈഡ് എഫക്ട്സ് മാറ്റി നിർത്തി തൻ്റെ യഥാർത്ഥ രൂപത്തിൽ നിൽക്കാൻ സാധിക്കും ആ ഒരു റാഷണാലിറ്റിയോടുകൂടി. സോ ഇതിനെയാണ് ഞങ്ങൾ ദി ഡിവൈൻ ബ്ലഡ് റിവേഴ്സൽ ആർട്ട് എന്ന് വിളിക്കുന്നത്. ആൻഡ് അതും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.